ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് വരച്ച് കാണിക്കാം. ആദ്യം അത് ചെയ്യുന്നത് നമുക്ക് ചെസ്റ്റ് പോർഷനിലൊക്കെ ചെയ്യാൻ പറ്റുന്ന റിങ്ങിൻ്റെ ടൈപ്പ് എംബ്രോയ്ഡറി ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് മൂന്ന് സർക്കിൾസും ഇതുപോലെ ഓവർലാപ്പ് ചെയ്ത് ഒരു സർക്കിൾ, അങ്ങനെ 3 സർക്കിൾസ്. അതിൽ ഇവിടെ ഒരു 4 ചെറിയ സർക്കിളായിട്ട് ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ ഈ ഡിസൈൻ ചെയ്യുന്നത്. ഈ സർക്കിൾസിൽ ഫുൾ നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും, പെട്ടെന്ന് ചെയ്ത് കഴിയാനും നമുക്ക് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിൽ ബേസിക് സ്റ്റിച്ചസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് ആദ്യം ഫാബ്രിക്കിലേക്ക് ഡിസൈൻ കൊടുക്കാം. ഫാബ്രിക്കിലേക്ക് ഡിസൈൻ മാർക്ക് ചെയ്യുന്നതിന് ഞാൻ ഇതുപോലെ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടാണ് ഇതുപോലെ സർക്കിൾസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു സർക്കിൾ മാർക്ക് ചെയ്യുക ഇവിടെ ചെയ്യുന്നത്. ആദ്യം ഇവിടെ ഞാനൊരു സർക്കിൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നേരെ താഴെയായിട്ട് ഒരെണ്ണം കൂടി ചെയ്യാം. അതുപോലെ ഇതിൻ്റെ രണ്ടിലെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വരണം. ഉണ്ടോ, ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സർക്കിളിൽ ഇവിടം തൊട്ട് ഇവിടം വരെ നമ്മൾ അടുത്ത ഫ്രഞ്ച് നോട്ട് കൊണ്ടുള്ള എംബ്രോയ്ഡറി കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി ഭാഗത്ത് നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ തൊട്ട് ഇവിടെ വരെ നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ഈ സർക്കിൾസ് എല്ലാം ഫില്ല് ചെയ്യാം. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എംബ്രോയ്ഡറി ത്രെഡ് ഇതുപോലെ നീഡിലിൽ കൊടുത്തിട്ടുണ്ട്. ഇത് 2 ആയിട്ട് കൊടുത്തേക്കുക ചെയ്യുന്നത്. റെഡ് കളർ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ക്രിസ്മസ് തീമിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് റെഡ് കളർ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഒരു സർക്കിൾ ഫില്ല് ചെയ്യാം, മുകളിലത്തെ സർക്കിൾ ഫില്ല് ചെയ്യാം. ചെയിൻ സ്റ്റിച്ച് എല്ലാവർക്കും അറിയാമല്ലോ ചെയ്യാൻ, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. അത് ആദ്യം മുകളിലേക്ക് എടുത്തു, പിന്നെ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് പോലെ കൊടുത്ത് പിന്നെ ചുറ്റി ഇങ്ങനെ എടുത്തു. അടുത്ത സ്റ്റിച്ച് അവിടുന്ന് തന്നെ എടുത്ത് മുകളിലേക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്തും പോയാൽ മതി. ഇപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ഈ ഒരു റിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലുള്ള ഗോൾഡൻ ത്രെഡ് യൂസ് ചെയ്ത് ഫ്രഞ്ച് നോട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇത് രണ്ട് സൈഡിലായിട്ടും. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സാരി ത്രെഡ് ഉണ്ടല്ലോ, അതൊരു 6 എണ്ണം ഇതുപോലെ ആക്കിയിട്ടാൽ മതി. അപ്പോൾ നല്ല കട്ടിക്ക് ഇതുപോലെ ഈ എംബ്രോയ്ഡറി ത്രെഡ് പോലെ തന്നെ കിട്ടും. ഇനി നമുക്ക് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം സൈഡിലായിട്ട്.
ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രഞ്ച് നോട്ട് കൊടുത്തു, ഇടയ്ക്ക് പിന്നെ ഇതുപോലെ ചെയിൻ സ്റ്റിച്ചും കൊടുത്തു. ഇത്ര മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ വിട്ട പോർഷനിൽ നമ്മളിവിടെ ഇതുപോലെ സർക്കിൾസിൽ ഫ്രഞ്ച് നോട്ട് കൊണ്ട് ഫില്ല് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് സർക്കിൾ മാർക്ക് കൊടുത്തിട്ട് നമുക്കവിടെ ഫ്രഞ്ച് നോട്ട് കൊണ്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം യെല്ലോയിലും ഒരെണ്ണം റെഡും കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ യെല്ലോ ചെയ്ത് തുടങ്ങാം. ഗോൾഡൻ ത്രെഡ് ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്താൽ മതി. ഇതിൽ ഗോൾഡൻ ഇപ്പോൾ കഴിഞ്ഞു, എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ യെല്ലോ കൊണ്ട് ഫില്ല് ചെയ്യുന്നത്. ഫ്രഞ്ച് നോട്ട് ഇട്ട് തന്നെ ഫില്ല് ചെയ്യാം. ഉണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് ഫില്ലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇവിടെയും കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളിടത്ത് റെഡ് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ യെല്ലോ വെച്ചിട്ട് ഇത് രണ്ടും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് കൊടുക്കാം നടുക്കത്തെ സർക്കിൾസിൽ. ഞാൻ ഇതുപോലെ ഇത്രയും ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ഇതുപോലുള്ള സർദോസി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ടിന് കൊടുക്കാം. അപ്പോൾ ഇതിന് ചുറ്റും എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ നീഡിൽ കൊണ്ട് ഇതിന് ചുറ്റുമായിട്ട് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ കയറ്റിയിട്ട് ചുറ്റും വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ കയറുന്ന ടൈപ്പിലുള്ള സൂചി ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് പാടാ കയറാനായിട്ട്. അപ്പോൾ ഇതിന് ചുറ്റും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 4 എണ്ണത്തിനും ചെയ്യണം. ഉണ്ടോ, അപ്പോൾ അതിന് ബോർഡറും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കുറച്ച് ഇതുപോലുള്ള റെഡ് എംബ്രോയ്ഡറി ത്രെഡ് തൊട്ട് തന്നെ
കുറച്ച് നീളത്തിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇല്ലേ, സ്റ്റെം ഫ്രഞ്ച് നോട്ട്, അതുപോലെ കുറച്ച് 2-3 എണ്ണം ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ല രസമായിരിക്കും അത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇതുപോലെ കൊടുത്ത് ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ താഴെയായിട്ടും ഇവിടെയും ഇതുപോലെ കൊടുക്കണം, ഇവിടെയും ഇതുപോലെ കൊടുക്കണം. അങ്ങനെ 3 എണ്ണം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നല്ല ഭംഗി ഉണ്ടായിരിക്കുക, കാണാൻ നല്ല ഭംഗിയായിരിക്കും വീഡിയോ ഡിസൈൻ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനി കിട്ടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.